ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് അധികം എന്താ പറയുക, വലിയൊരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. ചെറിയൊരു സൺഡേ, അത്ര ബഹളങ്ങളൊന്നും ഇല്ലാത്ത എന്നാൽ വലിയ പ്രശ്നമില്ലാത്ത ഒരു നല്ലൊരു സൺഡേ. അങ്ങനെ രാവിലെ ഇന്ന് ഞാൻ നല്ലോണം നേരത്തെ എണീറ്റു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്കങ്ങനെ രാത്രി അങ്ങനെ ഉറക്കം വൈകാത്തത് കൊണ്ടും പിന്നെ വലിയ ഭാരങ്ങളോ കാര്യങ്ങളോ ക്ഷീണമോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ മരുന്നൊക്കെ എനിക്ക് തോന്നുന്നു കഴിച്ച് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായി. മറ്റേത് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഇപ്പോൾ ദൈവം സഹായിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നേരത്തോടെ എണീറ്റ് പതിവ് പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി കേട്ടോ. അപ്പോൾ അതേ തുണികൾ ഇന്നലെ കാറ്റായ കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു തുണികളൊക്കെ ഒന്ന് മടക്കിയതിന് ശേഷം ആവാം ബാക്കി കാര്യങ്ങൾ, എന്നിട്ട് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ച് അതൊക്കെ മടക്കി, എന്താ പറയുക, ഒക്കെ മോൻ്റെ പാച്ചുവിൻ്റെ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ മടക്കി അവിടെ ഒരു വശത്ത് വെച്ചു. ഞാൻ റൂമിലേക്ക് കൊണ്ടുവന്നില്ല, കാരണം അത് പിന്നീട് അവർ സമയം പോലെ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതവിടെ ആക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ വെക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ രാവിലത്തെ. സാധാരണ ഞാൻ 11 മണിക്ക് ശേഷമാണ് വീഡിയോ റെക്കോർഡ് ചെയ്യാറ്. പക്ഷേ ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്കൊക്കെ പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് തൊട്ടാകുമ്പോൾ ഒരു പൂർണ്ണത ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തൊട്ട് എടുത്തു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ തുണികളൊക്കെ അതാത് കള്ളികളിലേക്ക് വേഗം വെച്ച് ആ അലക്കിൻ്റെ സെക്ഷൻ അങ്ങോട്ട് അവസാനിപ്പിച്ചു. ഇനിയിപ്പോൾ എനിക്ക് പുറത്ത് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് മാത്രം അവിടെ പുറത്ത് എടുക്കണുള്ളൂ. അപ്പോൾ അത് ഇന്ന് പുറത്ത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അതങ്ങനെ വെച്ചു. അങ്ങനെ ചേച്ചിയോടും അപ്പച്ചനോടും അമ്മച്ചോടും എല്ലാവരോടും രാവിലെ എണീക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഞാൻ പറയാം കാവൽമാലാകോടാണ്. കാരണം യാത്രയിൽ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കും. കാരണം പണ്ട് തൊട്ടേ നമുക്ക് യാത്രകളുള്ളതാണ്. സാധാരണ വീട് പോലെയല്ലല്ലോ നമ്മളുടേതായിരുന്നത്. എന്നും ദൂരയാത്രകൾ, പിന്നെ ആദ്യമൊക്കെ ഡിമ്പിളുടെ കൂടെയുള്ള യാത്രകൾ, ഷൂട്ടിൻ്റെ യാത്രകൾ, അത് കഴിഞ്ഞ് പിന്നെ ഡാഡിയുടെ ബിസിനസ്സിൻ്റെ യാത്രകൾ. അപ്പോൾ യാത്രകൾ എപ്പോഴും നമ്മൾക്ക് കൂടെയുള്ളത്. അപ്പോൾ വലിയൊരു മാലാക എപ്പോഴും ഞാൻ പറയും യാത്രയിൽ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാവണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അൽഫോൺസമ്മ, അന്തോണീസ് പുണ്യാളൻ, കുരു കഴിക്കുന്ന മാതാവ്, അങ്ങനെ ഇവരോടെല്ലാവരോടും രാവിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങട്ടോ. അപ്പോൾ ഇറങ്ങിയപ്പോൾ അപ്പനും മോനും ഫസ്റ്റ് ഇറങ്ങി. അപ്പോൾ ഇന്ന് ചാക്കോച്ചൻ ഭയങ്കര ജാട ഇട്ടിട്ടായിരുന്നു കേട്ടോ. വിളിച്ചപ്പോൾ വലിയ മൈൻഡില്ല. അവൻ്റെ വിചാരം അവൻ എവിടേക്കോ കാര്യമായിട്ട് പോകാമെന്ന് അപ്പൻ്റെ കൂടെ. അപ്പോൾ അതിൻ്റെ ഒരു ജാട ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ജാടയൊക്കെ പോയിട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ ഇന്നലെ രാത്രി കിടക്കണതിൻ്റെ തൊട്ട് മുമ്പായിട്ട് കംപ്ലീറ്റ് നനച്ചിട്ടാണ് കിടന്നത്. കാരണം ചെടികൾ അകത്തത്തേക്ക്, അപ്പോൾ പകൽ നനയ്ക്കുമ്പോൾ എന്താ ദോഷം എന്ന് വെച്ചാൽ വെള്ളം എങ്ങാനും അകത്തെങ്ങാനും നടയുന്നോ അല്ലെങ്കിൽ ആ ജനലേര അവിടെ നിന്ന് ഇറ്റ് വീണ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ അതുമ്മേ അറിയാണ്ട് എടുക്കുകയോ ചെയ്യേണ്ടത് വെച്ചിട്ട് ഞാൻ രാത്രിയിൽ കിടക്കണതിന് മുമ്പാണ് അത് ഒഴിക്കുക കേട്ടോ. അങ്ങനെ രാവിലെ വന്നു. ഞാനാണ് ഇന്ന് രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നത്. ഡാഡി എണീറ്റ് കട്ടൻ വെച്ചു. അത് കഴിഞ്ഞ് ഞാനാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ തല ചുറ്റും. അപ്പോൾ ഞാൻ വേഗം ഇന്നലെ ഞാൻ നിങ്ങൾ കണ്ടല്ലോ ബീഫും കൊള്ളിയും കൂടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഉച്ചയിലത്തേക്ക് കണക്കാക്കിയിട്ടാണ്. അതും മീൻ വറുത്തതും കൂടി ഉച്ചയ്ക്ക് എടുക്കാം. അപ്പോൾ കുട്ടികൾ മാർക്കറ്റിൽ പോയി വന്നാലും വലിയ ഭാരമുള്ള പണികളുണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തത്. പക്ഷേ രാവിലെ എണീറ്റപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വേണം ഇനി ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഇന്നലത്തെ ചപ്പാത്തി അങ്ങനെ തന്നെ ബാക്കിയുണ്ട്, അതെടുത്ത് നമുക്ക് രാവിലെ ഈ കറിയോട് കൂടിയിട്ട് കൂട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഒന്ന് ഒതുക്കി. അങ്ങനെ ഞാൻ പൂരി ഉണ്ടായിരുന്നു, പൂരി ഉണ്ടാക്കി ചപ്പാത്തി ചുട്ട് ഞാനും ഡാഡി ഞങ്ങൾക്ക് 2 പേർക്ക് കഴിക്കാനുള്ളത് മാത്രം ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഓരോ സെക്ഷൻ വരുന്നുള്ളൂ. പള്ളിയിൽ പോയവരുണ്ട്, പോയി വന്നവരുണ്ട്, മാർക്കറ്റിൽ പോകാൻ നിൽക്കുന്നവരുണ്ട്. അങ്ങനെ ഞായറാഴ്ച ഞാൻ ഒന്നും കൃത്യമായിട്ട് പറയാറില്ല. 11:30 കഴിയുമ്പോൾ ഞാൻ വീഡിയോസ് എടുക്കും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതൊക്കെ ഒതുക്കിയ പോലെ തന്നെ ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. കാരണം ഇന്നലെയും ഇന്നുമായിട്ട് ക്ലാസ് ഒന്നും ഇല്ലല്ലോ. കുട്ടികൾ ക്ലാസ്സിൽ പോകുമ്പോഴാണ് ഇത് മുഴുവൻ അത് ഇവിടെ വെച്ച് ഇതെടുത്ത് അവിടെ വെച്ചൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ വേഗം തന്നെ ചായ വയ്ക്കാനായിട്ട് നിന്നു. അപ്പോൾ ചായ കുടിച്ചിട്ട് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചായ വയ്ക്കാൻ നിന്നു. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു എപ്പോഴും പറ്റിയ കോഫിയാണോ എന്ന്. ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ വല്ലപ്പോഴും ഒരു ഗ്ലാസ് 3 in 1 വെക്കും. പിന്നെ ഇപ്പോൾ ഡോണിനോട് ഞാൻ പറഞ്ഞു അവൻ്റെ ഓഫീസിലേക്ക് നല്ലതാണത്, അവിടെ മറ്റേ മിഷൻ കോഫി ഇല്ലേ, അപ്പോൾ അതിന് നല്ലതാണ് ഇങ്ങനത്തെ പൗഡർ. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനാണ് ഞാനത് ചെയ്യണത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ രാത്രിയിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കുടിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ അതിനൊക്കെയാണ് ഞാൻ. അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ ചായ, അതായത് ഞാൻ ചായ വയ്ക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏലക്കായ ഇടും, ചുക്കുപൊടി ഇടും. അത് സാധാരണ ഇഞ്ചിയാണ് ഇടുക, ഞാൻ ചെയ്യണത് ചുക്കിൻ്റെ പൊടിയാണ് ഇടുക. അല്ലെങ്കിൽ ഇഞ്ചി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഉണക്കണത്, കൊത്തി നുറുക്കി ഉണക്കുണ്ടാവും, മറ്റേ ചോപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിടും. എന്നിട്ടാണ് ചായപ്പൊടി ഇടുക, പഞ്ചസാര ഇട്ട് സാധാരണ നമ്മൾ ചായ വയ്ക്കുന്ന പോലെ.
അപ്പം ഞാൻ ഇന്നും അത് മറ്റേ പൂരി ഉണ്ടാക്കിയതിൻ്റെ കൂട്ടത്തിൽ ലാസ്റ്റ് കുറച്ച് ഫ്രൈംസ് വറുത്തു. അപ്പോൾ ഡോണിന് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈംസ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാനും ഡാഡി ഇതേ പള്ളിയിൽ നിന്ന് ഇറങ്ങും. ഇന്ന് നമ്മുടെ ചെന്നായിപ്പാറയിലത്തെ അച്ഛനുണ്ടായിരുന്നു, ജോഷിയച്ഛൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജോഷിയച്ഛൻ ഇതേ തന്ന ഇതാണ് കേട്ടോ, പോസ്റ്ററാണ്, മറ്റേ എന്താ പറയുക അവരുടെ സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അഡ്രസ്സുള്ള ഭാഗം വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവിടെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് 300 അന്തേവാസികളാണുള്ളത്. കിടപ്പ് രോഗികളും സൈക്കാട്രിക് പ്രശ്നങ്ങളുള്ളവരും അങ്ങനെ കണ്ടമാനം പേരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു കൈത്താങ്ങായിട്ട് നമ്മൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു 300 പേർക്ക് ഒരു ഭക്ഷണം കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ചാക്കരി കൊടുക്കാനോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ അഡ്രസ്സ് നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് നിങ്ങൾ ചെയ്യാട്ടോ. പറ്റുന്ന കാശ് 100 രൂപയുള്ളൂ, 100 രൂപ കൊടുത്താൽ അവർക്ക് ഒരു നേരത്തേക്ക് എന്തെങ്കിലും എന്താ പറയുക, ഒന്നും ആവില്ലെങ്കിൽ പോലും ഒരു 10 ആൾ 100 രൂപ കൊടുത്താൽ അത്രയായില്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അക്കിയുടെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഡാഡി പറഞ്ഞു ഇന്ന് നമുക്ക് ഇടയിൽ വീട്ടിലിറങ്ങി കയറി കഴിഞ്ഞാൽ പിന്നെ യാത്ര ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് നേരെ അങ്ങടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഞാൻ ഡോണിനോട് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ അക്കിയുടെ വീട്ടിൽ പോയിട്ട് വരുള്ളൂട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അക്കിയുടെ വീട് എവിടെയാണെന്ന് കാണിക്കാനാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ലോയിലിടുന്നത്. അപ്പോൾ വണ്ടി ശരിക്കും അവിടം വരെ പോവും. ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി അവിടെ ഇട്ടിട്ട് പതുക്കെ ഒന്ന് നടക്കുക ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് ലാസ്റ്റാണ് അക്കിയുടെ വീട് കേട്ടോ. അപ്പോൾ അവിടെ ചോദിച്ചാൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞങ്ങൾ ചെല്ലുന്നുള്ളത്. അപ്പോൾ ഡാഡീനെയാണ് ആദ്യം കണ്ടത്. അപ്പോൾ ഡാഡിയോട് ഡാഡി മിക്ക ദിവസങ്ങളിലും പോവും. അപ്പോഴാണ് പിന്നാലെ ഞാൻ ചെന്നത്. അപ്പോൾ ചെന്നപ്പോഴാണ് ഭയങ്കര അത്ഭുതമായി, കാരണം ഞാനങ്ങനെ ചെല്ലുന്നുള്ള പ്രതീക്ഷയില്ലല്ലോ. അങ്ങനെ ചെന്ന് അതിനാസം അപ്പോൾ കാപ്പി എടുക്കട്ടെ വെച്ച് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. നമ്മൾ അവിടുന്ന് കഴിച്ചിട്ടാണ് പള്ളിയിലേക്ക് പോയത്. പള്ളിയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് എത്തിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ അവസാനം ചോറ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ചേച്ചിയും കൂടി ഇരുന്നിട്ട്, ഡാഡിയും പോൾസേട്ടനൊന്നും ഇരുന്നില്ല, ജോർജേട്ടൻ വരട്ടേന്ന് പറഞ്ഞിട്ട് ഞാനും ചേച്ചിയും കൂടി ഇരുന്ന് ഒരു പിടി ചോറുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് വെച്ചപ്പോൾ അവരവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ വെക്കേണ്ടതെന്ന്. അപ്പോൾ ഡാഡി പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്ന് കുട്ടികളുടെ കൂടെ ഇരുന്ന് കഴിച്ചോളാമെന്ന്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ കൂടെ ഇരുന്ന് ഒരു പിടി ചോറുണ്ട് ഞങ്ങൾ മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒട്ടും ദൂരമില്ല നമ്മളുടെ വീട്ടിൽ നിന്ന്. ഞങ്ങൾ വണ്ടി ഇവിടെ ഇട്ടു എന്നുള്ളൂ, വീടിൻ്റെ അറ്റം വരെ വണ്ടി പോവും. നമ്മൾ ജസ്റ്റ് അവിടെ ഇട്ടിട്ടൊന്ന് അങ്ങോട്ട് നടന്നു. പക്ഷേ അത് അപകടമായി, നല്ല ചൂട്ടത്തൊക്കെ എടുക്കണ്ടായിരുന്നേ വണ്ടി കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും അപ്പോഴാണ് കുട്ടികൾ പറയുന്നത് മമ്മിയും ഡാഡിയും ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സുഖം, ഞങ്ങളുള്ള പണി വേഗം കഴിച്ചു വെച്ചു എന്ന്. അതായത് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾ പള്ളിയിൽ പോയതിൻ്റെ പിന്നാലെ ഡോൺ കുട്ടികളെയും കൊണ്ട് മാർക്കറ്റിൽ പോയി. ആ സമയം കൊണ്ട് ഒരാൾ പുറത്തത്തെ കാര്യം ഒരാൾ അകത്തത്തെ കാര്യങ്ങളും തീർത്തു. കാരണം ചാക്കോച്ചൻ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ചാക്കോച്ചനെ ഉറക്കി കിടത്തി രണ്ടുപേരും വിശ്രമിച്ചതിന് ശേഷമാണ് പിള്ളേർ മാർക്കറ്റിൽ നിന്ന് വന്നത്. ആ സമയത്ത് ഞങ്ങളാന്ന് വെച്ചാൽ അക്കിയുടെ വീട്ടിൽ. അപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ പറയാറില്ലേ, ആരും ഇല്ലെങ്കിൽ നമ്മളുടെ പണികൾ പടപടേന്ന് കഴിയുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അതേ ചാക്കോച്ചി ഓടി വരികയാണ് കേട്ടോ. ഞങ്ങൾ 1 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തിയിട്ടാണ്. അവിടെ നിന്ന് നേരത്തോടെ ഒരു പിടി ഊണ് കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഇവിടെ വന്നപ്പോൾ പിള്ളേർസൊക്കെ കാത്തിരിക്കുക കേട്ടോ. സമയം ഇത്രയായി, എല്ലാം കഴിഞ്ഞു. നോക്കിയപ്പോൾ ഡിമ്പിളുടെ വക എന്ത് ബിരിയാണിയാണ്, എന്തോ പറഞ്ഞല്ലോ, അങ്കൂറല്ലല്ലോ, എന്തോ ഒരു ബിരിയാണി, തമിഴ്നാട് സ്റ്റൈലിലുള്ള ബിരിയാണിയാണ്. ഞാൻ മറന്നു കേട്ടോ സത്യത്തിൽ, അതായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ഡിമ്പിൾ സീമാസിൽ നിന്ന് എടുത്ത നൈറ്റിയാണ് കേട്ടോ. അത് നല്ല രസമുള്ള ബനിയൻ സ്റ്റഫിൻ്റെയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതും കൂടി ഇട്ടപ്പോൾ ഭയങ്കര സ്ലിമ്മായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഡിമ്പിളിന്. പിന്നെ കുറേ പേർക്ക് ഒരു സംശയം ഡിമ്പിൾ പ്രഗ്നൻ്റ് ആണോ എന്ന്. ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സന്തോഷ വാർത്ത ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളായിരിക്കും ആദ്യം അറിയാം. നിങ്ങളായിരിക്കും ആദ്യം അറിയാമെന്ന് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, വേറൊരാൾ പറയണതിന് മുമ്പ് ഞാൻ തന്നെ നിങ്ങളോട് പറയും. കാരണം എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്നും അധിക ഭാഗം മറച്ചു വെക്കാണ്ട് നിങ്ങളോട് പറയാറുണ്ട്. കാരണം എനിക്ക് അങ്ങനെ മറച്ചു വെക്കാവുന്ന കാര്യങ്ങളൊന്നും ഇതുവരെ അങ്ങനെ ഉണ്ടാവാറില്ല. ദൈവം സഹായിച്ച് നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സംഭവം വരാറില്ല, ഒന്നും ഇതുവരെ ഇല്ല. അപ്പോൾ അങ്ങനെ റെഡിയായി ബിരിയാണി. പിന്നെ നമ്മളുടെ എന്തൊക്കെയായിരുന്നു, ചിക്കൻ റോസ്റ്റ് ഉണ്ടായിരുന്നു, മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിൻ്റെ പിന്നാലെ ഞാനും ഒരു പിടി, ഇനി കുട്ടികൾക്ക് വിഷമമുണ്ടാച്ചിട്ട് ഞാനൊരു പിടി കഴിച്ചു. അപ്പോൾ ഇത് റോബസ്റ്റ് പഴം നമ്മളുടെ ഇവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്, നമ്മുടെ ഓൺലൈനിൽ നിന്ന് സ്വിഗ്ഗിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഡിവൈൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ കുറുമ്പ് കാണിച്ചപ്പോൾ ഡോണിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിയപ്പോൾ രണ്ടാളും കണ്ണ് പൊത്തിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. കുറുമ്പെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ജനലയുടെ മുകളിൽ കയറിയിട്ട് ഈ കർട്ടൻ ഇങ്ങനെ പിടിച്ചാഞ്ഞ് നിൽക്കും. നിൽക്കുമ്പോൾ നമ്മൾക്ക് പേടി എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കർട്ടൻ സ്പ്രിങ് മേലെ നിൽക്കണം, എങ്ങാനും അത് പൊട്ടിക്കഴിഞ്ഞാൽ നേരെ തണ്ടലടിച്ച് വീഴില്ലേ. ഇത് പറഞ്ഞാൽ അവർക്കറിയില്ലല്ലോ, അവർക്ക് കുട്ടികളല്ലേ. അപ്പോൾ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞീതടക്കം ചാക്കോച്ചനടക്കം കയറും മുകളിലേക്ക്.
മുകളിലേക്ക് കയറിയിട്ട് ആ ജനലിൽ കൂടെ പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് നോക്കലാണ് ഇവരുടെ 3 പേരുടെയും മെയിൻ പണി. അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ നിന്ന് സോഫയുടെ അടിയിലേക്ക് ചാടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ടെൻഷൻ. ഈ 3 പേര് ഒന്നിച്ച് താഴ്ത്ത് നിൽക്കുമ്പോൾ ഇതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ അതേ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ഫുഡൊക്കെ അതേ എടുത്ത് വെച്ചു. അങ്ങനെ എന്താ പറയുക, ഉച്ചയ്ക്ക് എല്ലാവരും അപ്പോൾ ഡാഡിക്ക് പതുക്കെ നീരുവീഴ്ച തുടങ്ങിയിട്ടുണ്ട്, കോൾഡ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡാഡി ഗുളിക കഴിച്ചിട്ട് വേഗം കിടന്നു. അപ്പോൾ ഞാനും എല്ലാവരും കിടന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കിടന്നുറങ്ങാം, കുറേ ദിവസമായില്ലേ. മറ്റേത് ഉച്ചയ്ക്ക് കിടക്കുമ്പോൾ ചേച്ചിയോടേക്ക് ഒന്ന് പോയെങ്കിലോ അല്ലെങ്കിൽ അവിടേക്ക് പോയെങ്കിലോ എന്നൊക്കെയുള്ള ചിന്തയാണ്. അപ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് വെച്ചിട്ട് കിടന്നുറങ്ങാൻ നിന്നപ്പോൾ ഓർത്തത് പട്ടിയുടെ ഇറച്ചി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ബോക്സുകളിലാക്കിയിട്ടില്ല എന്നുള്ളത്. കാരണം ഇന്ന് മാർക്കറ്റിൽ പോയി വരുമ്പോൾ ഞാനില്ലാത്തതുകൊണ്ട് ഞാൻ സത്യത്തിൽ മറന്നുപോയി. പിന്നെ ഞാൻ വേഗം എണീറ്റ് പോയി. അപ്പോൾ നല്ലോണം ഉണ്ടായിരുന്നു ഇന്ന് കേട്ടോ, കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നപ്പോൾ അവർക്ക് കോഴിയുടെ കാല് വലിയ ഇഷ്ടമല്ല, മിക്സ് ചെയ്ത് കൊടുത്താലും വലിയ ഇഷ്ടമല്ല. ഇതാവുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഇവരുടെ പണി എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ മസാല ഇട്ട് ഇറച്ചി വേവിക്കണ പോലെ വേവിച്ചാൽ അവർക്ക് ഇഷ്ടമുള്ളൂ. ഉപ്പ് മഞ്ഞപ്പൊടി മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വിഷം അവർക്ക് കഴിക്കാനായിട്ട്. പിന്നെ കഴിക്കുമ്പോൾ കഴിച്ചോട്ടെ വെച്ചിട്ട് ഞാൻ അവർക്ക് അതിൻ്റെ ഭംഗി പോലെ ചെയ്ത് കൊടുക്കട്ടെ, നമുക്കിപ്പോൾ ഇത്രയല്ലേ വരുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവരും മര്യാദയ്ക്ക് തിന്നോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കണ്ടു 3, 2, 5, 7, 8 ബോക്സ് ഉണ്ട്. സാധാരണ 6 ബോക്സ് ഉണ്ടാവാറ്. 7-ാം ദിവസം ആകുമ്പോഴേക്കും വീണ്ടും കൊണ്ടുവരുമല്ലോ. അങ്ങനെ അന്ന് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്കുള്ള കൊറിയർ വന്ന് കിടക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് തുറന്നു. അപ്പോൾ ഞാൻ മിക്കവാറും അപ്പോൾ കുറേ കുട്ടികൾ എന്നോട് പറഞ്ഞു അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യുന്നുള്ളത് എൻ്റെ ഡ്രസ്സുകളുടെ. പക്ഷേ എനിക്കതിനുള്ള സമയം കിട്ടണില്ല. അതുപോലെ ഒരാൾ എടുത്തു തരാനുള്ള ആ ഒരു സാവകാശം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വരുത്തിയത്. മറ്റേ ലോങ് സ്ട്രൈപ്സ് ആണല്ലോ, നീളനെയുള്ളതാണല്ലോ, വീനക്കുമാണ് വരുത്തിയത്. പക്ഷേ ഡിമ്പിളിന് കണ്ടപ്പോൾ ഡിമ്പിൾ പറഞ്ഞു എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ ഡിമ്പിൾ സാധാരണ പള്ളികളിലേക്ക് പോകുമ്പോൾ ചുരിദാറാണ് യൂസ് ചെയ്യുക, അല്ലാത്തപ്പോഴൊക്കെ ഫ്രോക്ക് ഇടെങ്കിലും പള്ളിയിലേക്ക് അധികം ഭാഗം ചുരിദാറാണ് കേട്ടോ ഇടുക. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഓർത്ത് ഞാൻ ഉച്ചയ്ക്ക് ഇന്ന് മരുന്ന് കഴിച്ചില്ല. കാരണം അക്കിയിലൂടെ നല്ല ഫുഡ് കഴിച്ചപ്പോൾ അതിൽ ഞാൻ മറന്നുപോയി. അങ്ങനെ കഴിച്ച് വന്നപ്പോൾ ഞാൻ കിടന്ന് എണീക്കുന്നതിന് മുമ്പായിട്ട് അപ്പാപ്പനും പാച്ചും കൂടിയിട്ട് ഇതാ പെരുന്നാൾ കാണാൻ പോണു കേട്ടോ. മിനിയാന്ന് അപ്പയും മോനും കൂടിയിട്ട്, അതായത് ഡോണും തോമും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ പാച്ചു ഉറക്കത്തിൻ്റെ വക്കിലായതുകൊണ്ട് ആരും പോയില്ല. അപ്പോൾ അപ്പാപ്പനും മോനും കൂടിയിട്ട് ഇതാ പെരുന്നാൾ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ 2 വീലറിലാണ് പോണത്, കാറിൽ പോയാൽ വലിയ എളുപ്പമില്ല. അതുകൊണ്ടാണ് ഈ 2 പേരെയും കൂടി ഒന്നിച്ച് കൊണ്ടുപോകാത്തതും. കാരണം ആദ്യം അപ്പയും മോനും കൂടി പോയി പെരുന്നാൾ ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ കാറിൽ പോയി കഴിഞ്ഞാൽ കാറ് കുറേ ദൂരെ കൊണ്ട് ഇട്ടിട്ട് വേണം കുട്ടികളെയും കൊണ്ട് നടക്കാൻ. അപ്പോഴാണ് ഈ അത് കണ്ടു ഇത് കണ്ടു എന്ന് പറഞ്ഞിട്ട് കരച്ചിലും വാശിയൊക്കെ. അപ്പോൾ ലൈറ്റൊക്കെ കാണിച്ചു കൊടുത്ത് വേഗം തന്നെ അവർ വന്നു. കാരണം അപ്പാപ്പന് ഇവിടെ മാച്ച് ഉണ്ട്, അപ്പോൾ അതിന് മുമ്പായിട്ട് എത്തണം. അപ്പോൾ അപ്പാപ്പനും മോനും വേഗം വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല വീഡിയോസ്. അതുകൊണ്ടാണ് പോവലും വരലും ഒറ്റ സ്ട്രെച്ചിന്. ശരിക്കും 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവർ വന്നിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഡിവൈനും പിള്ളേർസൊക്കെ താഴേക്ക് ഇറങ്ങി. പിന്നെ നല്ല വീണ്ടും നമ്മുടെ ഗാനമേളയും ഡാൻസും കളികളും തുടങ്ങുകയായി. അപ്പോൾ ഞാൻ ആ കിടന്നോട് തന്നെ അവിടെ കിടന്ന് ഇവരുടെ കളിയും കാര്യങ്ങളൊക്കെ കുറേ നേരം കണ്ടതിന് ശേഷം അവിടെ തന്നെ ചായ കുടിച്ച് അവിടെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തപ്പോൾ ആദ്യം പുറത്തേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ മടിയാന്നേ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം പോയി. അതാണ് ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഞാൻ എടുക്കില്ല എന്ന്. അപ്പോൾ ഇതേ ഒരു വണ്ടി കൊണ്ടുവന്നത് അപ്പയും മോനും കൂടി പോയിട്ട്. അപ്പോൾ ചാക്കോ തോമ എന്നെ വിളിച്ചുകൊണ്ടിരാ, അമ്മമ്മ കണ്ടു മമ്മി കണ്ടു വണ്ടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡിമ്പിളതേ അതൊന്ന് ഇട്ട് നോക്കിയത്. അപ്പോൾ അവൾക്ക് ഇഷ്ടമായി, ഇത് ഞാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എടുത്തോ കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ എപ്പോൾ എടുത്താലും ഞാൻ XXL എടുക്കും, എന്നിട്ട് ഷേപ്പ് ചെയ്യും. കാരണം എനിക്ക് വയറിൻ്റെ ഭാഗം ലൂസ് വേണ്ടത് കാരണം ഞാൻ അങ്ങനെ ഷേപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് കൊടുത്തു. പിന്നെ ഇവർ രാത്രിയിലത്തെ പരിപാടികൾ തുടങ്ങായി. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ടപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ ഈ ബിസിനസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തതാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ എന്താ പറയുക എന്നെ ഇഷ്ടമുള്ളൊരു കുറേ പേര് എന്നെ നന്നായി സപ്പോർട്ട് ചെയ്ത് ഞാൻ ഈ 3-4 വർഷമായിട്ട് ഇവിടം വരെ എത്തിയതാണ്. പക്ഷേ എന്താ അറിയില്ല, എനിക്കൊരാഴ്ചയായിട്ട് ഒരാളെയും കോൺടാക്റ്റ് ചെയ്യാനും പറ്റില്ല. വരുന്നവരോടൊക്കെ ഞാൻ ഡിമ്പിളിനോട് ചോദിക്കുക ഡിവൈനോട് ചോദിക്കുക എന്ന് പറഞ്ഞ് കൺവേർട്ട് ചെയ്തുകൊണ്ട് എന്തോ കാരണം തോന്നുന്നുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കാനായിട്ടൊരു വിഷമമായി തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോടായിട്ട് പറയാണ്, ഇപ്പം ഞാൻ ഓക്കെ ആയി, നാളെ തൊട്ട് ഞാനും സജീവമായിട്ട് ഇവിടെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട്. അപ്പോൾ ചിലർക്കൊക്കെ സംശയം ഡിമ്പിളിനോട് ചോദിക്കുമ്പോൾ എങ്ങനെയാണ്, ഡിവൈനോട് ചോദിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളൊരു സംശയമുണ്ട്. ഞാൻ എപ്പോഴും പറയും അവർ എന്നേക്കാളും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യണതാണ്.
പക്ഷേ എന്നിരുന്നാലും ഇനി മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം, നാളെ തൊട്ട് ഇന്ന് തൊട്ട് ഞാൻ ഗോതയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ദൈവം സഹായിച്ച് നിങ്ങളുടെയൊക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ട് ഞാൻ വീണ്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നാളെ തൊട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് മെസ്സേജ് അയച്ചാൽ മതി. പതിവ് പോലെ നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാം. അപ്പോൾ അങ്ങനെ ഞാൻ കിച്ചണിൽ വന്ന് നോക്കി, കംപ്ലീറ്റ് ഞാൻ പറയാറുണ്ടല്ലോ, കുട്ടികൾ ബോക്സൊക്കെ എടുക്കുമ്പോൾ തലയൊക്കെ തിരിച്ചൊക്കെ വെച്ചിട്ടാവും പോവുക, അതൊക്കെ ഒതുക്കി വയ്ക്കലാണ് എൻ്റെ പണി. അപ്പോൾ ഇവർക്ക് സമയം കൂടുതൽ കിട്ടി ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ പിറ്റേ ദിവസത്തേക്കുള്ള എന്തെങ്കിലും റെഡിയാക്കി വെക്കും. അപ്പോൾ ഇന്ന് പെപ്പർ ബീഫും പൊറോട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ പെപ്പർ ബീഫ് ബാക്കി കുറച്ച് വന്നത് അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നാളേക്കുള്ള പുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുട്ടിന് ഇതേ പഴം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലേക്ക് അങ്ങനെ പെടഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നാളെ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം ഇവർക്ക് വാക്സിൻ എടുക്കേണ്ട ദിവസം. പിന്നെ പാച്ചുവിന് ഇതുവരെ ക്യാപ്പ് ഇടാൻ പോയിട്ടില്ല, അപ്പോൾ അത് പോകണം. പിന്നെ അവനൊന്നും കഴിക്കില്ല, ഒന്നും എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കില്ല. അപ്പോൾ അത് ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡാഡിയുടെയും എൻ്റെയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലോ. ഇനിയിപ്പോൾ പിള്ളേർസിൻ്റെയും കൂടി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ഫ്രീ ആവാനായിട്ട്. അപ്പോൾ ഇന്ന് ശരിക്കും ഭരണാങ്ങാനത്തൊന്ന് പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇന്നത്തെയും കൂടി കഴിയട്ടെ. ഈ ആഴ്ച ഇനിയിപ്പോൾ ഡോണിനൊന്ന് പല്ലിൻ്റെ അവിടേക്കൊക്കെ ഒന്ന് പോകണം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ചയോട് കൂടിയിട്ട് നമുക്ക് ഭരണാങ്ങാനത്ത് പോയിട്ട് നമ്മളുടെ എല്ലാ അസുഖങ്ങളും അവിടെ എന്താ പറയുക, അവിടെ ഏൽപ്പിച്ച് അൽഫോൺസമ്മയോട് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിട്ട് കഴിഞ്ഞു. ബെസ്റ്റ് നെക്ലസ് ആട്ടോ ഇത്, കുറേ ഓർഡർ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിത് നാളേക്ക് അയക്കാനുള്ള ഒരെണ്ണം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ. നല്ല നെക്ലസ്സാണ്, മന്ത്രകോടിക്കോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ ഇടാൻ പറ്റിയ നല്ലൊരു ഡയമണ്ട് നെക്ലസ്സാണ്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു വ്ളോഗാണെങ്കിൽ പോലും എന്തോ മനസ്സിന് ചില ദിവസം നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു ദിവസം ഉണ്ടാവും. അതുപോലൊരു സന്തോഷം തരുന്നൊരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. തന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. ഞങ്ങളെന്താ പറയുക, ഇതിൻ്റെ ഇടയിൽ കുറേ ചിരിക്കാനും കുറേ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ. ഞാനൊരു സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് ഫോൺ ദൂരെയായിരുന്നു. അപ്പോൾ പിന്നെ ഞാനതൊന്നും എടുക്കാൻ മെനക്കെട്ടില്ല എന്ന് മാത്രം. എന്താ പറയുക, നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.